നമസ്കാരം. അങ്ങനെ വിവാദ നായകനായിട്ടുള്ള നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി പൂർത്തിയായേക്കാണ്. ഇന്നലെ ആശുപത്രിയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഘോഷയാത്രയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നത്. ഒരുപാട് സ്വാമിമാരും തന്ത്രിമാരും പൂജാരിമാരും ഒക്കെ തന്നെ പങ്കെടുത്ത് നല്ല ഗ്രാൻഡായിട്ട് നല്ല രീതിയിൽ പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടാണ് മഹാസമാധി ചെയ്തേക്കുന്നത്. ശരിക്കും ഈ പരിപാടി ആദ്യമേ അങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ഇത്രയൊന്നും പ്രശ്നമോ വിഷയമോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നു. സത്യമല്ലേ? ആദ്യമേ ഇതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ആരോടും പറയാതെ ആരെയും മറച്ചു വെക്കാതെ ആദ്യമേ ഇതങ്ങ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാവത്തില്ലായിരുന്നു. പോലീസിന് ഇടപെടേണ്ടി വരത്തില്ലായിരുന്നു, അധികാരികൾക്ക് ഇടപെടേണ്ടി വരത്തില്ലായിരുന്നു, ഒരു വിഷയവും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ആദ്യമേ അവർ ചെയ്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് എന്താണ്, അവർക്ക് എക്സ്ട്രാ പബ്ലിസിറ്റി കിട്ടി. വലിയ രീതിയിലുള്ള വിവാദമായി. ഇപ്പം നല്ല രീതിയിലുള്ള പബ്ലിസിറ്റിയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഞാനിത് ആരെയും പുച്ഛിക്കാനോ ആരെയും അപമാനിക്കാനോ കളിയാക്കാനോ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അവരുടെ അച്ഛനാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് അവരുടെ അവകാശമാണ്. അവരുടെ വിശ്വാസങ്ങളിൽ അവർക്ക് വിശ്വസിക്കാം, പൂജിക്കാം, പ്രാർത്ഥിക്കാം. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്നറിയാമോ? ഇത് എന്തോ ദൈവമാണ്, പുള്ളിക്ക് എന്തോ ശക്തിയുണ്ട്, പുള്ളി ശക്തിമാനാണ്, പുള്ളിയെ എല്ലാവരും വന്ന് പൂജിക്കണം, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നമുണ്ടാകുന്നത്. ഒരു സാധാരണ മനുഷ്യനാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ മനുഷ്യൻ സാധാരണ രീതിയിൽ മരണപ്പെട്ടു. ആ സാധാരണ മനുഷ്യന് എന്ത് ശക്തിയുണ്ടെന്നാണ് പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശക്തിയുണ്ട് എന്ന് പറയേണ്ടി വരും. സാധാരണ ഒരു മനുഷ്യനാണ്. ഭാവിയിൽ ചിലപ്പോൾ അവിടെ വലിയൊരു ക്ഷേത്രം ഉണ്ടായേക്കാം, അവിടെ നിരവധി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാം, പൂജിക്കാം, വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട്. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു വലിയൊരു സെയിന്റ് ആണ് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറാം. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കുടുംബത്തിലുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. കുടുംബത്തിലുള്ളവർക്ക് പൂജിക്കാം, പ്രാർത്ഥിക്കാം. സ്വന്തം അച്ഛനല്ലേ, പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു വിഷയവുമില്ല. പക്ഷെ ബാക്കിയുള്ളവരത് ചെയ്യണം എന്ന് പറയുമ്പോഴാണ്. എന്നാൽ ഈ കാര്യത്തിലേക്ക് വിശ്വസിക്കുന്ന, തല വെച്ച് കൊടുക്കുന്ന ഒരുപാട് പൊട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ചെറിയൊരു ന്യൂസ് വന്നാൽ മതി, ഈ സ്വാമിയുടെ സമാധിയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഇന്നത് കിട്ടി എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് 10 പേര് അവിടെ പോകും. ഈ 10 പേരിൽ 5 പേര് ഇതേപോലെ പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ച് നാളെ അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്, അമ്പലങ്ങളുണ്ട്, പൂജിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥിക്കാനുള്ള സ്ഥലമുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിൽ നിന്ന് വേണമെങ്കിലും ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഇത്തരത്തില് ഒരു മനുഷ്യൻ ദൈവമാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ശക്തിയും ഇല്ല. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യം നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അത് നമ്മുടെ വിശ്വാസം കൊണ്ടാണ്. നമ്മൾ അത്രയധികം വിശ്വസിച്ചാണ് ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് സ്വാഭാവികമായിട്ടും പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുന്നത്. ആ ഒരു അട്രാക്ഷനിൽ ആ ഒരു കാര്യം നടക്കുന്നതാണ്. അല്ലാതെ ഒരു സ്വാമിയുടെയും കഴിവ് കൊണ്ടല്ല. ഒരുപാട് ആൾദൈവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ആൾദൈവങ്ങളൊക്കെ തന്നെ ആവശ്യത്തിൽ കൂടുതലും മനുഷ്യന്മാരെ പറ്റിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്. വലിയ വലിയ ട്രസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. വിദേശത്തു നിന്ന് വരെ കോടിക്കണക്കിന് രൂപയാണ് ഈ ട്രസ്റ്റുകളിലേക്കൊക്കെ വരുന്നത്. പിന്നെ അതുപയോഗിച്ച് ഒരു 10-12 പേർക്ക് സഹായം ചെയ്യും. ബാക്കി മുഴുവൻ ഇവരിങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി എന്ന് പറയുന്ന വിശ്വാസത്തെ മുതലെടുത്ത് അന്ധവിശ്വാസമാക്കി മാറ്റി അതിലൂടെ നല്ല രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെയും ലക്ഷ്യം. അവിടെ ഒരു അമ്പലം പണിയാൻ പോകുവാണെന്ന് പറയുന്നു. നെയ്യാറ്റിൻകര സ്വാമിയുടെ പേരിൽ വലിയ ആശ്രമം കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ ഭാവിയിൽ അത് വലിയ തീർത്ഥാടന കേന്ദ്രമാകും. ഇന്നിപ്പോൾ ഈ എതിർക്കുന്ന മന്ത്രിമാരും നേതാക്കന്മാരും വേണമെങ്കിലും അവിടെ പോയി കുമ്പിടാൻ തയ്യാറാകും. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വോട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ വഴി വെച്ച് കൊടുക്കാൻ വേണ്ടി പാടില്ല. നമ്മൾ കരുവാകാതെ ഇരിക്കുക, ചിന്തിക്കുക. സാധാരണ ഒരു മനുഷ്യനാണ്. സാധാരണ ഒരു മനുഷ്യന് പ്രത്യേകിച്ച് ശക്തിയോ യാതൊരു രീതിയിലുള്ള കാര്യവും ഇല്ല. അങ്ങനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മനുഷ്യന്മാര് അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിച്ചിട്ടുള്ള കഥകളൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അതിനകത്തൊക്കെ എന്തുമാത്രം യാഥാർത്ഥ്യമുണ്ട്, എന്തുമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിച്ച് ഇതിനൊക്കെ അടിമപ്പെടാതെ ഇരിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അവരുടെ ഇഷ്ടമാണ്, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരെ ലോജിക്കലി ഒന്ന് ചിന്തിക്കുക. നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശക്തിയുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ വേദന അനുഭവിക്കില്ലല്ലോ. പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളിക കഴിക്കേണ്ട ആവശ്യമില്ല.
അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഭയങ്കര ദൈവമായിരുന്നെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പ്രഷറിന്റെയോ ഷുഗറിന്റെയോ ഒന്നും ഗുളിക കഴിക്കേണ്ട ആവശ്യം വരുന്നില്ലായിരുന്നു. ഫുഡ് പോലും കഴിക്കണ്ടായിരുന്നു. കാരണം വിശപ്പും ദാഹവും ഒന്നും അറിയില്ലല്ലോ ദൈവങ്ങൾക്ക്. ശക്തിയുള്ളവർക്ക് എങ്ങനെ വിശപ്പും ദാഹവും അറിയാനാണ്? ശക്തിയുള്ളവർക്ക് അസുഖം പോലും വരില്ല. ഇത് പ്രഷറിന്റെയും ഷുഗറിന്റെയും ഗുളികയും കഴിച്ച് വയ്യാതെ കിടന്ന ബെഡ് ആയിരുന്നു അദ്ദേഹം. വയ്യാതെ കട്ടിലേ കിടന്നിരുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശക്തി ഉണ്ടെന്നാണ്? ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സന്യാസം സ്വീകരിച്ച് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്ത് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് വലിയ രീതിയിലുള്ള തപശക്തി നേടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പോലും വലിയ രീതിയിൽ ശക്തിയില്ല. അവർ സ്പിരിച്വലി ഒരു ഹൈ പൊസിഷനിൽ എത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ കൊണ്ട് തല വെച്ച് കൊടുക്കാതെ ഇരിക്കുക. ഭാവിയിൽ അത് വലിയൊരു ക്ഷേത്രമൊക്കെ ആയി മാറും. ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളും തെറ്റിദ്ധാരണകളും ഒക്കെ നിങ്ങളുടെ ഇടയിലേക്ക് വരും. ആ സ്വാമിക്ക് ശക്തിയുണ്ട്, ആ സ്വാമി വലിയ എന്തോ സംഭവമാണ്, അതൊന്നും വിശ്വസിക്കാതെ ഇരിക്കുക.